ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിബ്ലാസ് ഡയറി. അറബിക് സ്വീറ്റ് ആയിരിക്കുന്ന കുനാഫ ഇപ്പം മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഇതുകൊണ്ട് തന്നെ എത്ര എളുപ്പത്തിൽ കുനാഫ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി വീഡിയോ ആണിത്. എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 കപ്പ് പാലും ഇത് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്ലെയിമിലേക്ക് വെക്കുന്നതിന് മുൻപാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാലും അതേപോലെ കോൺഫ്ലോറിൻ്റെയും മൈദയുടെയൊക്കെ പൊടി അതേപോലെ തന്നെ ഉണ്ടാവും. അതെല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. നമ്മളിത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കും തോറും ഇതിൻ്റെ പേസ്റ്റ് കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ക്രീം ചീസ് ആഡ് ചെയ്യുന്നതാണ്. ക്രീം ചീസ് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളത് സ്റ്റിർ ചെയ്തെടുക്കുന്നത് ഫ്ലെയിം കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പം നമ്മുടെ കുനാഫയിലേക്ക് വെക്കാനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 300 ഗ്രാമിൻ്റെ സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനി സേമിയയിലേക്ക് ഞാനൊരു 3-4 ടീസ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിക്കുക. എന്നാൽ മാത്രമേ ആ ഒരു പ്രോപ്പർ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ആ ഒരു ബട്ടറും ഈ ഒരു സേമിയയും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് യൂട്ടൻസിലാണോ നമ്മുടെ സേമിയ അഥവാ നമ്മുടെ കുനാഫ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് നന്നായിട്ട് തന്നെ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്യുക. ഇനി നമ്മുടെ ബേസ് ലെയർ ആയിട്ടുള്ള വെർമിസില്ലി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഈവൺ ആയിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ക്രീം ചീസിൻ്റെ പേസ്റ്റും ഫില്ലിങ്സ് എല്ലാം അതിലേക്ക് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് നല്ല രീതിയിൽ ഈവൺ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ടോപ്പ് ലെയർ വരുന്ന നമ്മുടെ വെർമിസില്ലി ചേർത്ത് കൊടുക്കുക. അപ്പം കുനാഫയുടെ ഒരു ഫസ്റ്റ് ഭാഗം കഴിഞ്ഞ് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇത്ര തന്നെയാണ് ഇനി നമ്മൾ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഞാനിവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു 2 സൈഡ്. അപ്പം 5 മിനിറ്റ് ഒരു സൈഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തു. അതേപോലെ തന്നെ 5 മിനിറ്റ് രണ്ടാമത്തെ സൈഡും ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്ലിപ്പ് ചെയ്തു. അതവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര, അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് 1 ടീസ്പൂൺ മാത്രം റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ, ഈ ഒരു ഷുഗർ സിറപ്പ്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ 2 ഭാഗത്തും 2 ഫ്രൈ പാൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുനാഫ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ മേലേക്ക് നമ്മൾ ചൂടോടുകൂടി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പിസ്താഷ്യോ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ചിലർക്ക് ഇത് പിസ്താഷ്യോ ഒക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും സിബ്ലാസ് ഡയറിയുടെ വക അസ്സലാമ.